ഹായ് എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയിച്ച് എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലെ വീഡിയോ കണ്ടിട്ട് കമൻസ് ഇട്ട് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. പുതിയതും പഴയതുമായ എല്ലാവർക്കും. പിന്നീട് കയറുവാടാ തുടക്കി. പിന്നീട് ഞാൻ പറഞ്ഞില്ല ഞാൻ എൻ്റെ ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തെന്ന്. അപ്പോൾ ഒരു കമൻറ്റ് വന്നായിരുന്നു, ചേച്ചി അത് റിക്കവർ ചെയ്ത് എടുക്കാമെന്ന്. പക്ഷെ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഞാനത് ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ ട്രാഷ് ചെയ്ത് ഞാൻ പോയി അവിടെ പോയും ചെയ്തെന്നാലേ എനിക്ക് സ്പേസ് GB കിട്ടത്തുള്ളായിരുന്നു. അതുകൊണ്ട് അല്ലാതെ ഇനി എന്തോ ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് മോനെ ഇവിടെ സൗണ്ട് ഉണ്ടാക്കാതെ. ആ നീ ടീഷർട്ട് എടുത്തിട്ടെ. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് എൻ്റെ ടൈപ്പ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, അച്ചാർ ബിസിനസ് നമ്പർ. അതിലൊന്ന് വാട്സപ്പിലൊന്ന് കോൺടാക്ട് ചെയ്ത് പറയണേ. എനിക്ക് തോന്നുന്നില്ല പറ്റുമെന്ന്. ഞാനതിന്ന് വെഞ്ചെടുത്തോടി ഞാൻ വീഡിയോ എല്ലാം എടുത്തടി ഇങ്ങനെ അവർ നല്ല കാര്യം ഞാൻ പറഞ്ഞടി ഞാനിങ്ങനെ വീഡിയോകൾ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഷോർട്ട് ഇടാനായിട്ട്. അപ്പോൾ എനിക്ക് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഷോർട്ട് ഇടുമ്പോൾ ഞാൻ എൻ്റെ ഫേസായിട്ട് കാണിക്കുന്നതല്ല ഞാൻ ഡിലീറ്റ് ചെയ്യും. അപ്പം ഇതും അങ്ങ് പെട്ടെന്ന് ഇടയില്ല. എല്ലാ മനുഷ്യരുടെ ധൃതിയും പെപ്രാളോ അല്ലേ എല്ലാത്തിനും കാരണം. ഇത്തിരി ശക്തി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്തിരി ക്ഷമയുണ്ടായിരുന്നു. ക്ഷമയോടെ അത് പതുക്കെ ചെയ്തായിരുന്നെങ്കിൽ അത് ഡിലീറ്റ് ആക്കേണ്ടി വരത്തില്ലായിരുന്നു. പിന്നെ എന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. നാട്ടിൽ അമ്മയ്ക്ക് ഇത്തിരി പനിയായിട്ടൊക്കെ കിടക്കും. അതുകൊണ്ട് നല്ല വിഷമത്തെ ഇരിക്കുക. എന്തോ ചെയ്യുമ്പോഴും പിന്നെ അടുക്കള ഇരിക്കുമ്പോഴും വന്നങ്ങ് അമ്മയെ വിളിക്കണം. അപ്പം വിളിക്കുന്ന അമ്മ ക്ഷീണമായിട്ടൊക്കെ കിടക്കുകയൊക്കെ ഹോസ്പിറ്റലിൽ പോയി മെഡിസിനൊക്കെ എടുത്ത്. എന്നാലും വയ്യാന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു ഭയങ്കര വിഷമം. പിന്നെ എന്തുവാ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അവിടെ സുഖം ഇവിടെ സുഖം എന്ന രീതിയിൽ അച്ചാർ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. വാങ്ങിക്കുന്നവർക്കെല്ലാം ഒത്തിരി നന്ദിയുണ്ട്. വാങ്ങിക്കുന്നവർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നതിന് അതിനേക്കാൾ നന്ദിയുണ്ട് കേട്ടോ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതേ എനിക്ക് പറയാനൊക്കത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്താ, ഇവിടെ ഒരാൾ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് ഇരുന്ന് ഫുട്ബോൾ കളിക്കുക. നീ ഏത് ഗെയിമായിരുന്നടാ കാണുന്നത്? തോറ്റാൻ നിനക്കും ദേഷ്യം വരുന്നേ ഏതായിരുന്നു ചോദിച്ചപ്പോൾ? ഫ്രീ ഫയർ. ഫ്രീ ഫയർ എന്നും പറഞ്ഞൊരു ഗെയിം കളിക്കുമായിരുന്നു. അതിൻ്റെ അകത്ത് ആൾ തോക്കുവാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. ഇവിടെ നിന്ന് അവനെ ആരാണ്ട് അടിച്ചതുപോലെ കണ്ണുനീരൊക്കെ ഇങ്ങനെ വരും. കിടന്ന് അവിടെ കിടന്ന് എന്ന് പറഞ്ഞ് അങ്ങ് അലർച്ചയൊക്കെയായിരുന്നു. അപ്പോഴേ ഞാനും പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു, നീ ഇനി മേൽ ഈ ഗെയിം കളിക്കല്, നീ കാർട്ടൂൺ വല്ലതും കാണണം. ഇല്ലെന്ന് പറഞ്ഞ് എടുക്കും. കുറച്ച് നേരം നമ്മുടെ മുമ്പിൽ വെച്ച് കാർട്ടൂൺ കാണും. പിന്നെ ഇവൻ ഇതിൻ്റെ അകത്ത് പോയി ഇവൻ്റെ കരച്ചിൽ കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഓടിച്ചിരുന്നത്. ആരോ അടിച്ചെന്ന രീതിയിലാണ് നമ്മൾ ഓടിച്ചിരുന്നത്. പിന്നെ നമ്മൾ അയ്യോ സ്ഥലമില്ലെന്ന് പറഞ്ഞാൽ പിന്നെയും വന്നു. ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും അവൻ കേട്ടില്ല. അപ്പം കഴിഞ്ഞ ദിവസം അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, അന്നേരം വന്ന് പറയാം ഇന്നലെ, ഞാൻ ഇനി ആ ഗെയിം ഞാനങ്ങ് ഡിലീറ്റ് ചെയ്തു കേട്ടോ. ഇന്നതുപോലെ എൻ്റെ കൂട്ടുകാരൻ അരണവ് പറഞ്ഞ് അത് കളിച്ച് ഒരു കൊച്ച് ദേഷ്യം വന്ന് അവൻ്റെ വീട്ടിലുള്ളവരെ കണ്ടൊക്കെ ചെയ്ത്, അതുകൊണ്ട് ഞാൻ ഇനി അത് കാണത്തില്ലെന്ന് നമ്മൾ അതാ ചിലരുടെ സ്വഭാവം. അതാ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കത്തില്ല, കൂട്ടുകാർ പറഞ്ഞാൽ കേൾക്കും. അതുകൊണ്ട് എന്തു വന്നാലും ഇനി എത്ര ദിവസം ഒന്ന് കാണുമെന്ന് അറിയത്തില്ല. അത് ഇന്നലെ തൊട്ടാൾ ഇങ്ങനെ പുറകെ നടക്കുമോ, അയ്യോ ഞാൻ ഇനിയും കളിക്കത്തില്ല, ദേഷ്യം വന്നാൽ ഇങ്ങനെ ഇനി ഞാൻ ഫുട്ബോൾ കളിക്കുക. ഫുട്ബോളാണ് ഇപ്പോൾ കളിക്കുന്നത് 2 ദിവസം കൊണ്ട്. ഫീഫ. അപ്പോൾ എത്ര ദിവസം എൻ്റെ കുഞ്ഞിന് കാണുമെന്ന് അറിയത്തില്ല ഈ നല്ല സ്വഭാവം. ഓക്കെ, ശരി. ആ ഗെയിം കളിച്ച പിള്ളേരെന്താ തോറ്റാ പിന്നെ അവർക്കങ്ങ് എന്തോ ദേഷ്യമെന്നറിയാമോ? ഞാൻ ഇപ്പം പോളും അവന് വിട്ടിരിക്കുവാന്ന് വെച്ചാൽ ഒരുമിച്ച് ഇവൻ്റെ നിലവിളി കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കും പോൾ അവനെ അടിച്ചാന്ന്. പോൾ അവിടെ ഇരിക്കുക, ഇവൻ ഗെയിം തോറ്റേനായി കരയുന്നത്. ഓക്കെ. അപ്പോൾ ഇന്നലെ ഞാൻ എന്തു വന്നേലും നല്ല തിരക്കായിരുന്നെങ്കിലും ഞാൻ വൈകിട്ട് എനിക്ക് നാരങ്ങയൊക്കെ അരിഞ്ഞ് വെക്കണമായിരുന്നു. എങ്കിലും ഞാൻ അരി ഇത്തിരി വെള്ളത്തിൽ ഇട്ടായിരുന്നു. അരി ഇങ്ങനെ ദോശ ഇഡലിയും ഒക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് രാവിലെ അങ്ങ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുഴപ്പമില്ല, ഒരു ടെൻഷൻ ഇല്ല.
അപ്പം ഞാൻ രാവിലെ അങ്ങ് ഇഡലിയാണ് ഉണ്ടാക്കിയത്. നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡലിയാണ് കിട്ടിയത്. അപ്പോൾ ഇന്ന് ഞാൻ ദോശ ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇഡലി ഉണ്ടാക്കുമ്പം ദോശയും കൂടെ ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് ഇത് 2 ട്രിപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അന്ന് എനിക്ക് ഇഡലി കല്ല് പോലെ ഇരുന്നത് സോഫ്റ്റ് ആവാഞ്ഞത് എൻ്റെ ഫുൾ സംശയം റാഗി ഞാൻ ചേർത്തതാണ്. കാരണം റാഗി ഞാൻ ഒത്തിരി നൈസ് പൊടിയല്ലായിരുന്നു, ഇത്തിരി തരിതരിപ്പുണ്ടായിരുന്നു. എൻ്റെ അരിപ്പ നല്ല തരിതരാ, നല്ല ഒട്ടും കണ്ണിയില്ലാത്ത ചെറിയ കണ്ണിയുടെ എൻ്റെ അരിപ്പ അങ്ങ് വന്നലായി. പിന്നെ ഞാൻ ആ വലിയ ഇതിൻ്റെ അരിപ്പയ്ക്കകത്ത് അരിച്ചത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇത്തിരി പീസ് ഇങ്ങനെ ഒത്തിരി അങ്ങ് നൈസ് പൊടിയല്ലായിരുന്നു അത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരുന്നു അത് കല്ലുപോലായെന്ന്. അത് പറയാൻ കാര്യം, ഈ മെഷർമെൻറ്റ് തന്നെ ആ മെഷർമെൻറ്റും എടുത്തത്. അത് കഴിഞ്ഞ് 2 പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയത് ഇതുപോലെ നല്ല സോഫ്റ്റായിരുന്നു ഇഡലിയൊക്കെ എടുത്തത്. പണ്ടൊക്കെ ഒരു 2-3 വർഷത്തിന് മുമ്പിട്ടൊക്കെയും എനിക്ക് ഇഡലി ഉണ്ടാക്കുമ്പോൾ എനിക്ക് വേണ്ടി ദോശയായിരുന്നു എനിക്കിഷ്ടം. പക്ഷേ ഇപ്പം അങ്ങനെയില്ല, ദോശ വേണമെന്നൊന്നുമില്ല. അന്ന് എനിക്കും വേണ്ടി ഞാൻ ഇഡലി ഉണ്ടാക്കിയാലും ദോശ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം ഇഡലിയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇഡലിയൊക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ചായ അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് നോക്കിയോണ്ട് ചായ ഷൂന്നും പറഞ്ഞ് കയറി വരുന്നു. ഒരു മിനിറ്റ് അല്ല, 1 സെക്കൻഡ് ആയിരുന്നെങ്കിൽ മൊത്തം തിളച്ചെന്ന് ഗ്യാസ് മൊത്തം പണി തന്നേനെയായിരുന്നു. പെട്ടെന്ന് ഞാനങ്ങ് കുറച്ച് പിന്നെ അവർക്കുള്ളതൊക്കെ കുടിക്കാനായിട്ട് എടുത്ത് വെച്ച് അതൊന്ന് തണുത്തതിന് ശേഷം പോൾമോൻ നേരത്തെ എണീക്കും, ബ്രൈസൻ ഇച്ചിരി ലേറ്റായിട്ട് എണീക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് ചായയൊക്കെ ഒന്ന് എടുക്കട്ടെ കുടിക്കാൻ. അപ്പം ഡാഡിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കട്ടെ. ഡാഡിക്ക് 3 എണ്ണം. ഡാഡി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഡയറ്റിങ്ങിലാണ്, പാൻ്റൊക്കെ ടൈറ്റായത് കൊണ്ട് ഇപ്പം ഡാഡി ഡയറ്റിങ്ങിലാണ്. അത് കഴിഞ്ഞ് പോൾമോനും കൊടുത്തു. അവർക്കൊക്കെ ഇങ്ങനെ ഇതിനെ മണ്ടയിൽ ഇങ്ങനെ അങ്ങ് മൊത്തത്തിലങ്ങ് ഒഴിക്കണം. പറയും ഇങ്ങനെ സൈഡിലൊഴി മണ്ടയിലൊഴി, അല്ലാതെ സെപ്പറേറ്റ് പാത്രത്തിൽ വേണ്ട, ഇങ്ങനെ മതി. രാവിലത്തെ എല്ലാം കഴിഞ്ഞു. കുറച്ച് കഞ്ഞി അരി അടപ്പത്തിട്ടു. അത് കഴിഞ്ഞിട്ടൊരു തോരൻ വെക്കാനുള്ള പരിപാടിയാണ്. കറിവേപ്പിലയും പച്ചമുളകും സവാളയും ഒരു 1-2 സവാള എടുക്കും. തോരൻ വെക്കുന്നത് ഉരുളൻകിഴങ്ങ് തോരനാണ്. ഇന്നാളി ഉരുളൻകിഴങ്ങ് തോരൻ വെച്ചോണ്ടേ പോൾമോനൊക്കെ ഇഷ്ടമായി. ഞാൻ പറഞ്ഞില്ല, ഈ പണ്ട് കൊച്ചിലൊന്നും അങ്ങനെ ഒരു ചെറിയ പ്രായത്തിൽ കഴിക്കത്തില്ലായിരുന്നു. അപ്പം ഞാനവിടെ സവാളയൊക്കെ, കാരണം പച്ചക്കറികളും തീർന്നിരിക്കുക, ഒരു 2-3 മീഡിയം സൈസിലെ സവാള എടുത്ത്, ഇത്തിരി തോരൻ ക്വാണ്ടിറ്റി വേണമല്ലേ. അപ്പം ഞാൻ ഒഴിക്കാനായിട്ട് ഇച്ചിരി പാല് കാച്ചാൻ വെച്ച് ആ കവർ ഒരു ഇച്ചിരി ഒന്ന് കഴുകി ഒഴിച്ച്. അപ്പോൾ ഞാൻ ഉള്ളിയും ഇതിൻ്റെ അകത്ത് ഇച്ചിരി പച്ചമുളകും ഞാൻ കീറി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി തേങ്ങയുടെ കുറച്ച് തേങ്ങയുള്ളായിരുന്നു, കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇതായിരുന്നു. പക്ഷേ എനിക്ക് ഇങ്ങനെ മെഴുക്ക് പുരട്ടിയേക്കാൾ ഇഷ്ടം ഈ തോരൻ, ഇങ്ങനെയുള്ള തോരൻ ഇഷ്ടമാണ്. പൊതിക്കകത്ത് കൊണ്ടുപോകാൻ ഈ തോരൻ നല്ലതാണ്. അപ്പോൾ കൊച്ചവനും മെഴുക്ക് പുരട്ടിയാണെങ്കിൽ അവൻ അത്ര താല്പര്യമില്ല, ഇതവനും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങളങ്ങനെ ഉരുളൻകിഴങ്ങ് ഉപയോഗിക്കാറില്ലായിരുന്നു. ഉരുളൻകിഴങ്ങ് ഇത്തിരി സ്റ്റാർച്ചൊക്കെ കൂടിയതാണെന്നും പറഞ്ഞ് ഒരിടയ്ക്ക് അങ്ങ് നിർത്തി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ഉരുളൻകിഴങ്ങ് ഞാൻ അരിഞ്ഞിട്ടൊന്ന് കഴുകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ പൊടിയൊക്കെ കുറച്ചൊക്കെ അങ്ങ് പോവും. എന്നിട്ട് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട, ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ചെറിയ തീയിൽ അവിടെ ഇട്ടിരുന്നാൽ മതി. ആ ഉരുളൻകിഴങ്ങിലെ വെള്ളം കൊണ്ട് അതങ്ങ് വെന്ത് കിട്ടും. ഒട്ടും വെള്ളം ഒഴിക്കണ്ട. അപ്പോൾ എന്നോട് കഴിഞ്ഞ വീഡിയോയിലാണോ അതിൻ്റെ മുമ്പത്തെ വീഡിയോയിലാണോ ഷൈനിയാണോ ചോദിച്ചത്, പിന്നെ മമ്മിക്ക് എന്തോ പറ്റിയതാ, റീച്ചാൻ്റെ കൊച്ചിലെ മരിച്ചെന്ന് പറഞ്ഞില്ലേ. മമ്മിക്കൊരു പനി വന്നേ, പനി പിന്നെ വന്ന് അതങ്ങ് ന്യൂമോണിയ ആയി. പിന്നെ അത് അങ്ങ് ഒത്തിരി മൂർച്ഛിച്ച് കുറേ നാൾ ഹോസ്പിറ്റലായിരുന്നു, അങ്ങനെ മരിച്ചതാണ്. ഇവർ റീച്ചാൻ എന്നോട് പറഞ്ഞുള്ള അറിവാണ്. അപ്പോൾ റീച്ചാൻ ചിലപ്പോഴൊക്കെ കാരണം പ്രൈസമോൻ്റെയൊക്കെ ആ ഒരു ഏജൊക്കെ ആകുമ്പം അമ്മയില്ലെന്ന് പറഞ്ഞാൽ അമ്മയുടെ ഒരു സ്നേഹമോ ഒരു പരിചരണമോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയൊന്നും ആൾ വിട്ടു ഒന്നും പറയത്തില്ല, ഒന്നും ഒരു ആഗ്രഹങ്ങളും നമ്മളോട് പറയത്തില്ല. ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പറയും ഇങ്ങനെ ചില ടിഫിനൊന്നും അങ്ങനെ കൊണ്ടുപോയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സത്യം പറയാൻ കണ്ണ് നിറയും. അപ്പം എനിക്കങ്ങ് വിഷമം വരും. എന്നാലും എൻ്റെ അടുത്ത് പറയും, അമ്മേ ഞാൻ അതുകൊണ്ടാണ് ഒന്നും പറയാത്തത്. അപ്പം ഞാൻ എന്തെങ്കിലും സഹതമം പറയുന്നത് എൻ്റെ അടുത്ത് പറയും, അങ്ങനെയൊക്കെയാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ ആളങ്ങ് വലിയ സ്ട്രോങ് ഒരു ധീരനെ പോലെ കാണിക്കും.
പക്ഷേ അമ്മമാരുള്ളപ്പോൾ അതിൻ്റെ വില നമ്മൾ അറിയുന്നില്ല, ഇല്ലാത്തപ്പം അതിൻ്റേതായ. അപ്പം ഞാൻ ചിലപ്പോൾ പറയും, എനിക്കെന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ദൈവമേ കൊച്ചു പിള്ളേരാന്നേ, അവർക്ക് ഇടയിൽ ഒന്ന് വലുതായിട്ട് എന്തെങ്കിലും സംഭവിക്കാമെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ആരും ജീവിക്കാനൊന്നും ഇരിക്കത്തില്ല. ആ സിറ്റുവേഷൻ അവരങ്ങ് തരണം ചെയ്തു പോകും. അതിനെ പറ്റിയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയും. കാരണം ആൾ ഒരു ധൈര്യമായി എപ്പോഴും. ഞാൻ ഈ പറയുന്നത് എന്തോന്നോ, തുണി വിരിക്കട്ടെന്നാണ് ഈ പറയുന്നത്. തുണി കഴുകാനിട്ടായിരുന്നു, അതങ്ങായി, അതൊന്ന് വിരിച്ചിടട്ടെ. എന്നാൽ എന്നും നമുക്ക് ഈ പരിപാടി ഉണ്ടല്ലോ, അതിനെ മാറ്റി നിർത്താനൊക്കത്തെ. ഒരു ദിവസം മാറ്റി നിർത്തിയാൽ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ബാക്കി തുണികൾ ഇനിയും കിടക്കുന്നതെന്ന്, ഷീറ്റൊക്കെ മാറ്റിയതുകൊണ്ട്. അതുകൊണ്ട് തുണികളൊക്കെ ഒരു ദിവസം കഴുകാതിരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നലെ 1-2 ഷീറ്റ് കഴുകി, ഇന്ന് ബാക്കിയും കൂടെ കഴുകി. അപ്പോൾ ഈ 3-4 ഷീറ്റ് ആകുമ്പോഴത്തേക്കിന് അതങ്ങ് നിറയും. പിന്നെ ബാക്കി ചെറിയ കൊച്ചു കൊച്ചു തുണികളെ കാണത്തുള്ളൂ. അപ്പോൾ ഹോളിലുള്ളത് വിരിക്കാൻ ഞാൻ പോളിൻ്റെ കൊടുത്താവും വിരിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഈ തോരൻ ഇങ്ങനെ ചെറിയ തീയിൽ അടച്ചിട്ടിട്ടല്ലേ ഈ തുണികളെല്ലാം വിരിക്കാൻ പോയത്. അപ്പോഴത്തേക്കിന് തുണികൾ വിരിച്ച് വന്നപ്പോഴത്തേക്കിനാണ് നമ്മുടെ തോരനൊക്കെ വെന്ത് നല്ല സൂപ്പറായിട്ടുണ്ട്. ഒട്ടും ഞാൻ വെള്ളം ഒഴിച്ചതല്ല, കണ്ടോ, നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചട്ടിയിൽ ഞാൻ മാങ്ങാച്ചാറിട്ടില്ലേ, അപ്പോൾ ആ മാങ്ങാണ്ടിക്കകത്തെ മാംസം ഞാൻ അച്ചാറിനെടുക്കും. ഒത്തിരി അങ്ങ് മാംസം, നമ്മൾ 2 പൂളും സൈഡും ഒക്കെ പൂളി എടുത്തിട്ട് അകത്ത് വീണ്ടും മാംസം കാണുമല്ലേ, അതിങ്ങനെ അച്ചാറിന് ചേർക്കാറില്ല. അതിങ്ങനെ പിന്നെ ഞാൻ അതിൻ്റെ അകത്തുനിന്ന് മാംസം എടുത്തിട്ട് സിപ്ലോ കവറിലെടുത്തിട്ട് ഫ്രീസറിൽ വെച്ചിരുന്ന്, അപ്പം ഇങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാമെന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൽ നിന്നുള്ള ആ മാങ്ങകൾ 2-3 പച്ചമുളകൊക്കെ കീറിയിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയും ചേർത്ത് ഇത്തിരി വെള്ളം ഒഴിച്ച് ഞാനിതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ അങ്ങ് വെന്ത്, ഇപ്പോൾ ഇവിടെ കഷ്ണങ്ങളുണ്ടെങ്കിൽ ഇവന്മാർക്കൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കഴിവതും അതങ്ങ് ഉടച്ച്, എന്നിട്ട് ഞാൻ തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി ഇതെല്ലാം ഒന്ന് അരച്ച് വെച്ചായിരുന്നു. അപ്പോൾ അതുകൂടെ അരപ്പൂടി ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ കടുക് വറുത്തെടുക്കും. അപ്പോൾ എന്നോട് മീൻകറിയുടെയും അപ്പത്തിൻ്റെയൊക്കെ റെസിപ്പി ചോദിച്ചവരുണ്ട്. ഞാനെന്നാൽ ചിന്തിച്ച് മീൻകറിയുടെ എനിക്ക് വേണമെങ്കിൽ നേരത്തെ ഉള്ള വീഡിയോയിൽ എഡിറ്റ് ചെയ്യാം. എനിക്ക് ചില വീഡിയോകൾ ഞാനിങ്ങനെ ക്ലിപ്പെടുത്ത് പലരും പറഞ്ഞ് ചേച്ചി സെപ്പറേറ്റ് ഒന്നിടണേ വീഡിയോ, മീൻസ് റെസിപ്പീസുകൾ. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ അവർക്ക് ഇങ്ങനെ ഈ വ്ളോഗിൽ നിന്ന് അവർക്ക് കിട്ടുന്നില്ല. അല്ലാതെ സെപ്പറേറ്റ് ആകുമ്പോൾ അവരൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടും. ഞാൻ 1-2 വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ച് പകുതിയാക്കി വെച്ചേക്കും, എനിക്ക് സമയം കിട്ടുന്നില്ല. ഇത് തന്നെ ഞാൻ എങ്ങനെയും ഒരു വിധത്തിലാണ് ഞാൻ ഒപ്പിച്ചെടുക്കുന്നത്. ചിലപ്പം 2 പ്രാവശ്യമൊക്കെ ആയിട്ടായിരിക്കും ഞാനിത് എഡിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടുക്കളയിലും അവിടെ ഇതിനൊക്കെ പോകും. ഇനിയിപ്പോൾ ഈ എഡിറ്റ് ചെയ്തിട്ട് വേണം എനിക്കിനിയും നാരങ്ങയും ഈന്തപ്പഴം കൂടെയുള്ള അച്ചാറിടാൻ. അതൊക്കെ കുറച്ച് ഞാൻ ഒതുക്കി വെച്ചേക്കുക. അപ്പം ഞാൻ ഇതൊന്ന് തിളച്ചതിന് കടുകൊക്കെ ഒന്ന് വറുത്തു. ഇതെന്ന് പറയാൻ ഈ വീഡിയോയുടെ ദിവസമല്ല, ഞാനിപ്പോൾ ഈ എഡിറ്റ് ചെയ്യുന്ന ദിവസത്തിൻ്റെ കാര്യം പറഞ്ഞു. ഈ വീഡിയോ ഞാൻ നേരത്തെ എടുത്തതാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് ഇന്നല്ലേ, തിങ്കളാഴ്ച. അപ്പോൾ ഇന്നത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നാരങ്ങയൊക്കെ ഇടാനുള്ളത് എടുത്ത് വെച്ചേക്കുക. അപ്പം രാവിലെ ഞാൻ 2-3 കോൺ ഇങ്ങനെ ബോയിൽ ചെയ്ത് വെച്ചിരുന്നു. ഒരെണ്ണം ഉച്ചയ്ക്ക് പോൾമോൻ കഴിച്ചു. ഇപ്പോൾ ഇത് പ്രൈസിന് കൊടുക്കാനായിട്ട്, പ്രൈസിന് ഒന്ന് കടിച്ചപ്പോഴത്തേക്കിന് അതിൻ്റെ അകത്ത് ഒന്നുമില്ലാതെ വെറുതെ അവനെടുത്ത് തിന്നു. അപ്പം ഞാൻ പിന്നെ ഇച്ചിരി ചാറ്റ് മസാല പ്രൈസിനെ വിളിക്കാൻ പോയിട്ട് വന്നേ, ഞാൻ ഡ്രസ്സ് അതാ ഞാൻ മാറി നിൽക്കുന്നത്. പ്രൈസിനെ വിളിച്ചുകൊണ്ട് വന്നത് ഞാനാണ് സ്കൂളിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇത്തിരി ചാറ്റ് മസാലയൊക്കെ ഇട്ട് ഞാനിപ്പോൾ ഒന്ന് കൊടുത്തതാണ് വീണ്ടും. ഞാൻ ഈ കോൺ വാങ്ങിച്ചത് ഞാനല്ല വാങ്ങിച്ചത്, ഞാൻ റീച്ചാൻത്ത് പറഞ്ഞായിരുന്നു എനിക്കൊരു റെസിപ്പി ഉണ്ടാക്കാനായിരുന്നു. എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്കൊരു റെസിപ്പി പറഞ്ഞു തന്നായിരുന്നു വാട്സപ്പിൽ. അവരെവിടോ ചർച്ചിൽ നിന്ന് പിക്നിക്കിന് പോകണേ, ഇങ്ങനെ ഇതുപോലെ അവർ ഇങ്ങനെ ചായക്കൊപ്പം കഴിച്ചായിരുന്നെന്ന് പറഞ്ഞ്. അപ്പോൾ അത് വെച്ചിട്ട് പുള്ളിക്കാരി എനിക്ക് പറഞ്ഞു തന്നതാണ്. ഇപ്പോൾ അവന്മാർക്ക് കൊടുത്ത് അത് 2-3 എണ്ണം തീർന്നു. അപ്പം ഞാൻ ഇവിടെ ഉണ്ടല്ലേ, പ്രൈസമ്മ വന്ന ഉടനെ മൊബൈൽ എടുക്കുമെന്ന് പറഞ്ഞ് മൊബൈലെടുത്ത് ആ ബുക്കിൻ്റെ മണ്ടേ പാത്ത് വെച്ചതാണ്. അല്ലെങ്കിൽ വന്നിട്ടൊന്നും അങ്ങനെ കഴിക്കത്തില്ല, മൊബൈലും കൊണ്ടിരിക്കും. അപ്പം ഞാൻ കോൺ കൊടുക്കാൻ നേരം അവൻ ആ കോണും കൊണ്ട് ഈ ചേറേ വന്നിരുന്നു. അപ്പോൾ ഒരു കൂവക്കം. ഞാൻ ചെന്ന് നോക്കണേ എന്തോ അവൻ മൊബൈൽ കണ്ട്, ഞാനെന്തോ പൊട്ടിയായിപ്പോയെന്നോ. ഞാൻ ചിന്തിച്ച് അവനങ്ങോട്ട് നോക്കത്തില്ലെന്നും പറഞ്ഞു. അന്നേരം ചെയർ ഇച്ചിരി പുറകോട്ടായിപ്പോയി, അല്ലെങ്കിൽ അവൻ കാണത്തില്ലായിരുന്നു. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തോ ഇതെന്നോ ബെൻസിക്ക് ചക്കക്കുരു അയച്ചു തന്നായിരുന്നല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ ചക്കക്കുരുൻ്റെ പുറകൊക്കെ ഇങ്ങനെ തൊലിയൊക്കെ സ്കിന്നൊരു കറുത്തായിരുന്നു. ഞാൻ പെട്ടെന്ന് അവിടുന്ന് ഇവിടെ വരെ എന്തോന്നേലും ചുമ്മി കൊണ്ടുവന്നതില്ലേ.
ഞാനത് മൊത്തം ഇരുന്ന് പൊളിച്ച് ഫ്രിഡ്ജിലങ്ങ് വെച്ചേക്കാമെന്ന് വെച്ച്. റേച്ചാൻ ഇതിൻ്റെ മെഴുക്ക് പുരട്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തു വന്നാലും ഞാൻ എല്ലാം ഒന്ന് പൊളിച്ച് വെച്ച്. അതിൽ നിന്ന് ചിലതൊക്കെ ആ ബ്രൗൺ സ്കിന്നുണ്ടല്ലോ, അതൊക്കെ അങ്ങ് കറുത്ത പോലെ ഇരുന്നു, അതൊക്കെ അങ്ങ് കളഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തൊരു കറിയും വയ്ക്കാം, ബാക്കി മെഴുക്ക് പുരട്ടിയും വെക്കാമെന്ന് വെച്ച്. എനിക്ക് ഇച്ചിരി മുരിങ്ങയ്ക്കയും മാങ്ങയൊക്കെ ഇട്ട് മഞ്ഞക്കറി വയ്ക്കാനായിരുന്നു ചക്കക്കുരു ഇഷ്ടം. അത് ഈ പിള്ളേർക്കൊന്നും അത്ര താല്പര്യമില്ല. അല്ലെങ്കിലും മെഴുക്ക് പുരട്ടിയും ഈ പിള്ളേരങ്ങനെ കഴിച്ചിട്ടില്ല. റേച്ചാൻ കൊച്ചിലെങ്ങാണ്ട് കഴിച്ച ഓർമ്മയാണെന്ന് തോന്നുന്നു ഇത് മെഴുക്ക് പുരട്ടി. പക്ഷേ റേച്ചാൻ ഈ കൊച്ചിലത്തെയൊക്കെ കാര്യങ്ങൾ നല്ല ഓർമ്മ, ചിലതൊക്കെ ഇപ്പോഴും കറക്റ്റ് പറയാമെന്നുള്ളതാണ്. അവർ ഡാഡിയും റേച്ചാനോടൊക്കെ സംസാരിക്കുമ്പോൾ കൂട്ടുകാരുടെ കൂട്ടാണ് സംസാരിക്കുന്നത്. ഡാഡി പക്ഷേ നല്ല സ്ട്രിക്റ്റാണ്, എന്നാലും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടേ നല്ല ഇതായിട്ടാണ് അവർ സംസാരിച്ച് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.